ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ അസക്കുട്ടി സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇപ്രാവശ്യം 2024 പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ പരിപാടിയായിരുന്നു. നമുക്ക് 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു, 27ഉം 28ഉം. ഇന്നും 29-ാം തീയതി ഉണ്ടായിരുന്നു. 29-ാം തീയതി നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അസയുടെ സ്കൂളിലേക്ക് പോവുകയാണ്. ഈ 2 പ്രൈസ് കിട്ടിയതും കൂടിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഇപ്പം നമ്മൾ സ്കൂളിലെത്തി. അപ്പോൾ ഓട്ടോന്നാണ് കേട്ടോ അത് നമ്മൾ കഴുത്തിലിട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് അഴിച്ചിട്ട് മിസ്സിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം. കാരണം ആ സ്കൂളിൻ്റെ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനൊരു പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. പ്രിൻസിപ്പൾ അവിടെ നാളെ സ്കൂൾ തുറക്കുകയാണ്. ഞങ്ങൾ 29-ാം തീയതി പുലർച്ചെയാണ് കോഴിക്കോട് നിന്ന് എത്തിയത്. അന്ന് തന്നെ ഞങ്ങൾ മിസ്സിനെ കാണാൻ പോയി സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂൾ അവിടെ ഫുൾ ക്ലീനിങ് ആണ്. നാളെ തുറക്കുകയാണ്. പിന്നെ 1-ാം തീയതി അസക്കുള്ള സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടനെ നിർത്തിയിട്ട് ഫുൾ ക്ലീനിങ് ആണ് അവിടെ. പിന്നെ നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ, 30-ാം തീയതി സ്കൂൾ തുറക്കും. പ്രിൻസിപ്പളിനെ എത്രയൊക്കെ അവളെ എന്താ പറയുക പറഞ്ഞിട്ടും സന്തോഷം മതിയാവുന്നുണ്ടായിരുന്നില്ല. ആ മറ്റു കുട്ടികളൊക്കെ അവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്, അവിടെയുള്ള കുട്ടികളാണ്. അവരൊക്കെ അകത്തായിരുന്നു. അവരൊക്കെ വിളിച്ചു വരുത്തി സന്തോഷം അവരുമായിട്ടൊക്കെ പങ്കെടുത്തു. പിന്നെ അത് അവൾക്ക് കഴുത്തിൽ ഇട്ട് കൊടുത്തു. ഒരുപാട് ആ ഒരു ചിരിയിൽ തന്നെ ആ മിസ്സിൻ്റെ സന്തോഷം അറിയാം. ഇതാണ് അവിടുത്തെ കുട്ടികൾ. അപ്പോൾ അവരൊന്നും റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇട്ട് തോന്നുന്നു. ഡ്രസ്സൊന്നും ശരിയല്ലാന്ന് പറഞ്ഞു. പക്ഷേ ഈ സന്തോഷത്തിൽ അവരും നമ്മളെ കൂടെ ഒപ്പം ഞങ്ങൾ വരുന്നത് വരെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് നേരമൊക്കെ നിന്നു കേട്ടോ അവിടെ, സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് ഏതാണെന്നൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഞങ്ങൾ ചാവക്കാട് ഒരു ഷോപ്പിൽ പോയി അവൾക്കൊരു ഡ്രസ്സൊക്കെ എടുത്തു. 1 അല്ല 2 ജോഡി ഡ്രസ്സ്. ഈ ഡ്രസ്സ് നമ്മൾ അനുവിന് നോക്കിയതാണ് കേട്ടോ. അവൾക്കിപ്പോൾ ഈ ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ എടുത്തില്ല. അസക്കുട്ടി വളരെ ഹാപ്പി ആയിരുന്നു. അവൾക്ക് എല്ലാം 2 എണ്ണം വെച്ചിട്ട് വേണം. അപ്പോൾ ഡ്രസ്സാണെങ്കിലും കഴിക്കണ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് ഇനി വേറൊരു വീഡിയോയിൽ കാണാം.